അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അറേബ്യൻ കബ്സൻ്റെ റെസിപ്പി ആണ്. നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം കൂടിയല്ലേ ഈ ഒരു കബ്സ. മന്തിയെല്ലാം വരും മുമ്പ് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഐറ്റം കൂടിയല്ലേ. അപ്പോൾ അതെങ്ങനെയാണ് വീട്ടിൽ ഏറ്റവും സിമ്പിളായിട്ട് അതുപോലെ തന്നെ ഭയങ്കര ടേസ്റ്റി ആയിട്ട് റെഡിയാക്കാമെന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടോക്കാം. പാർട്ടിയിലെല്ലാം സെർവ് ചെയ്യാനും പറ്റിയൊരു അടിപൊളി ഐറ്റമാണ്. പിന്നെ ഫ്രൈഡേസിലെല്ലാം ഉണ്ടാക്കാനും പറ്റിയൊരു ഐറ്റമാണ്. അപ്പോൾ എന്തായാലും മുഴുവനായിട്ട് തന്നെ കണ്ടോക്കാം. എന്തൊരു ഫ്ലേവറാണെന്നറിയോ ഈ ഒരു റൈസിനും ചിക്കനാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സോഫ്റ്റാണ്. അപ്പോൾ ഫുള്ളായിട്ട് കണ്ടോക്കാം. അപ്പോൾ ഇല്ലേ ഈ ഒരു കബ്സ ഉണ്ടാക്കാൻ വേണ്ടിക്ക് ഞാനിതാ ബസ്മതി റൈസ്, സെല്ല റൈസ് എടുത്തിട്ടുണ്ട്. ഞാൻ സാധാരണ ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസാണ് എടുക്കൽ. ഇതിപ്പോൾ ഞാൻ സെല്ല റൈസാണ് എടുത്തിട്ടുള്ളത്. ഏത് റൈസായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ സെല്ല റൈസ് എടുത്തുകൊണ്ട് തന്നെ ഞാനിതൊന്ന് കുതിർത്ത് വെക്കുന്നുണ്ട്. അതിനായിട്ട് ഇതാ ഞാൻ 250 ml കപ്പിൽ 4 കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത്. ഇപ്പം ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസാണ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിലേ ഒരു 5 മിനിറ്റെല്ലാം കുതിർത്തി വെച്ചാൽ മതി. ഇതാണെന്നുണ്ടെങ്കിൽ ഒരു 30 to 45 മിനിറ്റ് വരെ നല്ലോണം കഴുകിയിട്ട് കുതിർത്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഇതാ 4 കപ്പ് റൈസ് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഞാൻ നല്ലോണം കഴുകിയിട്ടില്ലേ വെള്ളത്തിൽ കുതിർത്ത് വെക്കലാണ്. ഫസ്റ്റ് തന്നെ ഈ ഒരു കാര്യം അങ്ങ് ചെയ്ത് വെക്കുക, സെല്ല റൈസാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതാ അത് ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം കബ്സ മസാല റെഡിയാക്കണം. അതിനായിട്ട് ഇതാ ഞാൻ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. മുഴുവൻ മല്ലിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതെടുക്കാം കേട്ടോ. ഞാനിപ്പം എളുപ്പത്തിന് വേണ്ടിക്ക് മല്ലി പൊടിച്ചതാണ് എടുത്തിട്ടുള്ളത്. എല്ലാ ഐറ്റംസും പൊടിച്ചതാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുഴുവൻ മല്ലി, മുളക് കാര്യങ്ങളെല്ലാം എടുത്തിട്ട് വറുത്തിട്ട് അങ്ങനെ പൊടിച്ചെടുക്കാം. ഞാനിപ്പോൾ എല്ലാ ഐറ്റംസും പൊടിച്ചിട്ട് സൂക്ഷിക്കലുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പൊടി തന്നെയാണ് എടുത്തിട്ടുള്ളത്. കുറേ ടൈം ലാഭമൊന്ന് പൊടിക്കേണ്ട ആവശ്യം വരില്ല. അങ്ങനെ ഞാനിതാ 2.5 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. 1.5 ടേബിൾ സ്പൂണ് മുളക് പൊടി, പാപ്രിക്ക പൗഡറാണ് വേണ്ടേ. ഇല്ലയെന്നുണ്ടെങ്കിൽ മാത്രം മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്കില്ലേ 1 ടീസ്പൂണ് ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കുക. ഹാഫ് ടീസ്പൂണിലും കുറവ് ചെറിയ ജീരകം, ക്യുമിൻ സീഡില്ലേ അത് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി 1 ടേബിൾ സ്പൂണോ 1.5 ടേബിൾ സ്പൂണോ നിറയെ കുരുമുളക് ക്രഷ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും കൂടി വേണം, ഞാൻ ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ടില്ലേ മിക്സ് ആക്കിയിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക. നല്ലോണം ഇതിൻ്റെ നല്ലൊരു സ്മെല്ല് വരുന്നത് വരെ ഒന്ന് ചൂടാക്കിയെടുക്കുക. അപ്പോഴേക്കും നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കബ്സ മസാല റെഡിയാവും കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കറാമ്പ്, പട്ട, ഏലക്ക അതുപോലെ തന്നെ ഗരം മസാലക്ക് പകരം ഈ മുഴുവനായിട്ടുള്ള മല്ലി, മുളക് കാര്യങ്ങളെല്ലാം ചേർത്തിട്ട് വറുത്തിട്ട് മിക്സിയിൽ പൊടിച്ചിട്ട് ചെയ്തെടുക്കുക. പക്ഷേ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോഴേ കുറച്ചുകൂടി ഈസി ആയിരിക്കും, നമുക്ക് മടി ഉണ്ടാവില്ല ചെയ്തെടുക്കാൻ വേണ്ടിക്ക്. പൊടിക്കേണ്ട ആവശ്യം വരില്ലല്ലോ, ജസ്റ്റ് ഒന്ന് വറുത്തെടുത്താൽ മതി. ഇത് നിങ്ങൾക്കില്ലേ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. കുറച്ച് നാൾ പെട്ടെന്നെല്ലാം കപ്സ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചൂടാക്കി എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇത് നിങ്ങൾക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ നല്ലൊരു സ്മെല്ല് വരുന്നത് വരെ ചൂടാക്കി എടുക്കുന്നുണ്ട്. ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാൻ വിട്ടുപോയിട്ടുണ്ട്. എന്നിട്ട് അവസാനം ഞാൻ ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും കൂടി 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ല് വരും, നല്ലൊരു കപ്സൻ്റെ സ്മെല്ല് വരും. ഇവിടെ കപ്സ മസാല റെഡിയാവും. അപ്പോൾ മസാല എല്ലാം റെഡിയായി. ഇനിയിപ്പം കുറച്ച് ഐറ്റംസും കൂടി റെഡിയാക്കി എടുക്കണം. നമുക്കില്ലേ എല്ലാം റെഡിയാക്കിയിട്ട് കുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഈസി ആയിരിക്കും എല്ലാ ഐറ്റംസും ഉണ്ടാക്കാൻ വേണ്ടിക്ക്. ഞാനിതാ 2 മീഡിയം സൈസിലുള്ള ഉള്ളി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെറുതായിട്ട് കുത്തി അരിയണം കേട്ടോ. അതുപോലെ തന്നെ 5-10 പച്ചമുളക്, നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് അത്ര വേണ്ടാന്നുണ്ടെങ്കിൽ 8-5 എല്ലാം എടുക്കുക. ഞാനിപ്പോൾ ഒരു 8 എണ്ണം എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്. ഒരു 8-10 അല്ലി വെളുത്തുള്ളിയും, വലിയ വെളുത്തുള്ളിയാണെന്നുണ്ടെങ്കിൽ 2-3 ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചിയും എല്ലാം കൂടിയിട്ട് ചതച്ചെടുത്തതാണ്. ഇനിയിപ്പോൾ ഏലക്ക, പട്ട, കറാമ്പ് വേണം. അതുപോലെ തന്നെ ഡ്രൈ ലെമൺ വേണം. അത് 2 എണ്ണം എടുത്തിട്ടുണ്ട്. ഏലക്കയും പട്ടയും കറാമ്പെല്ലാം കുറച്ച് മാത്രം മതി. ബേ ലീഫും വേണേ, എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ചേർത്ത് കൊടുക്കാത്തതാണ്. പിന്നെ ഇതാ ഞാനില്ലേ ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തൊലിയൊന്ന് ക്രിയേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതാ ഒരു 4 തക്കാളി എടുത്തിട്ടുണ്ട്, മീഡിയം സൈസിലുള്ളത്. വലുതാണെന്നുണ്ടെങ്കിൽ 3 മതിയാവും. എന്നിട്ട് ഇതുപോലെ ക്രഷ് ചെയ്തെടുക്കുക, ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുക. നല്ലോണം ജ്യൂസാക്കി എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് കബ്സ റെഡിയാക്കി തുടങ്ങാം.
ഞാനൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 3/4 കപ്പ് ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഒലീവ് ഓയിലായാലും കുഴപ്പമില്ല കേട്ടോ. ഇനിയിപ്പില്ലേ ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഒരു 3-4 കറാമ്പൂ, 3-4 ഏലക്ക, 2-3 കറാമ്പൂ, അതുപോലെ തന്നെ ഒരു ബേ ലീഫും, അതുപോലെ തന്നെ ഒരു പട്ടയും എല്ലാം കൂടിയിട്ടില്ലേ അതിൻ്റെ റോസ് സ്മെല്ലും മാറുന്നത് വരെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഈ ഒരു സമയം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ക്യുമിൻ സീഡ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. ഇനിയിപ്പോൾ അതിൻ്റെ ഒരു റോസ് സ്മെല്ല് മാറിയ ശേഷിയില്ലേ ഞാനിതിലേക്ക് ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ 2 ഉള്ളി, മീഡിയം സൈസിലുള്ള 2 ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ അരി കുറവാന്ന് എടുക്കുന്നുണ്ടെങ്കിൽ 1 ഉള്ളി മതിയാവേ. ഒരു 2 കപ്പ് അരിക്കെല്ലാം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1 ഉള്ളി മതിയാവും. ഞാനിപ്പോൾ 4 കപ്പ് അരിക്കാണ് ചെയ്തെടുക്കുന്നത്. ഇനിയിപ്പോൾ ഉള്ളി നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. നല്ലോണം സോഫ്റ്റ് ആകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക കേട്ടോ. ഒന്ന് കുക്കായിട്ട് വന്നാലില്ലേ ഇതിലേക്കില്ലേ 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ റോസ് സ്മെല്ല് മാറുന്നത് വരെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് കഴുകി ക്ലീനാക്കി വെച്ച് ചിക്കൻ ഇട്ട് കൊടുക്കുക. ഞാനൊരു ചിക്കന് 4 പീസാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബിരിയാണി പീസായിട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ കറി പീസായിട്ടെല്ലാം ചിക്കൻ എടുക്കുക. ഞാനിപ്പം വീഡിയോക്ക് വേണ്ടിയിട്ട് കുറച്ച് വലിയ പീസാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഞാനിപ്പം 2 ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ബ്രസ്റ്റ് പീസ് 2 എണ്ണം മാറ്റിയിട്ട് ബാക്കിയുള്ളത് മൊത്തത്തിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 4 കപ്പ് റൈസ് ആകുമ്പം കുറച്ച് ചിക്കന് വേണം. അപ്പോൾ ചിക്കൻ്റെ അളവ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര ചേർത്ത് കൊടുക്കുക. ചിക്കൻ എത്രമാത്രം ചേർത്ത് കൊടുക്കുന്നോ അതിനനുസരിച്ചിട്ട് ടേസ്റ്റും കൂടും. അങ്ങനെ അപ്പോൾ ഞാൻ ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയും റോസ് സ്മെല്ലും മാറുന്നത് വരെ വഴറ്റി ഇനി അതിലേക്ക് ചിക്കനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. പിന്നെ കുറച്ച് അധികം ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുമ്പോൾ വലിയൊരു ഉരുളിയിലെല്ലാം ഉണ്ടാക്കലാണ് നല്ലത്. എൻ്റെ കയ്യിലിപ്പം ഇല്ല, എൻ്റെ കയ്യിലുണ്ട് പക്ഷേ അത് ഇവിടെ ഇപ്പം ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പാത്രത്തിൽ റെഡിയാക്കിയത്. ചിക്കൻ ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്കായിട്ട് വരുന്ന സമയത്തിൽ നമ്മൾ നേരത്തെ ഒരു കപ്സ മസാല റെഡിയാക്കിയിട്ടില്ലേ അതിൽ നിന്നും ഒരു 2-3 ടേബിൾ സ്പൂൺ മാറ്റി ബാക്കി മൊത്തത്തിൽ ഇട്ട് കൊടുക്കാം. കാര്യം മറ്റേതിൽ കുറച്ച് മാറ്റി വെക്കണം. കാര്യം ഇത് നമുക്ക് ചിക്കന് വെന്ത് കഴിഞ്ഞാൽ ചിക്കനിൽ പുരട്ടിയിട്ട് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടി കുറച്ച് മസാല മാറ്റി വെക്കണം. ബാക്കിയുള്ളത് മൊത്തത്തിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്കില്ലേ നമ്മൾ നേരത്തെ ക്രഷ് ചെയ്തെടുത്ത ആ ഒരു തക്കാളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുക. ഇനിയിപ്പം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. 2 മാഗി ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് പൊട്ടിച്ചിട്ട് വേണം കേട്ടോ ഇട്ട് കൊടുക്കാൻ വേണ്ടിക്ക്. എന്നിട്ട് ഇതിലേക്കില്ലേ ഡ്രൈ ലെമണും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ച പച്ചമുളകില്ലേ മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പച്ചമുളക് ഇതിൽ കിടന്നിട്ട് വെന്തിട്ടില്ലേ നമ്മൾ ചോറെല്ലാം കഴിക്കുന്ന സമയം ആ ഒരു പച്ചമുളകും കൂടി ഉടച്ചിട്ട് കഴിക്കാൻ വേണ്ടിക്ക് ഉടച്ചിട്ട് കഴിക്കാൻ വേണ്ടിക്ക് ഭയങ്കര ടേസ്റ്റാണ്. അപ്പം മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ടില്ലേ എല്ലാം കൂടിയിട്ട് മിക്സ് ആക്കി എടുക്കുക. എന്നിട്ട് ഇതിലേക്കില്ലേ ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന അളവിൽ വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിക്ക്. അത് നമ്മൾ അരി കുതിർക്കുന്നത് പോലെ ഉണ്ടാവും കേട്ടോ. ഇപ്പം നമ്മളൊരു 45 മിനിറ്റ് എല്ലാം അരി കുതിർക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളം കുറച്ച് കൊടുത്തോ. അല്ലാന്നുണ്ടെങ്കിൽ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന അളവിൽ ഒഴിച്ച് കൊടുക്കുക. ഓൾറെഡി ഈ ഒരു ചിക്കന് വേവുമ്പില്ലേ ചിക്കനിൽ നിന്നുള്ള വെള്ളവും കൂടി ഇറങ്ങുക. നമ്മൾ ടൊമാറ്റോ പേസ്റ്റിൽ ഒഴിച്ച് കൊടുത്തിട്ടില്ലേ അതെല്ലാം നോക്കിയിട്ട് വേണം വെള്ളം ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിക്ക്. അപ്പോൾ ഞാനില്ലേ ഈ ഒരു ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലി മാത്രം ജസ്റ്റ് ഒന്ന് ചിരണ്ടിയിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കത്തി വെച്ചിട്ടൊന്ന് തൊലി മാത്രം എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ എല്ലാം കൂടി ഇട്ട് കൊടുത്ത് ഇനി ആവശ്യത്തിന് വെള്ളം ഞാനിപ്പം 4 കപ്പ് അരിയല്ലേ എടുത്തേ. അപ്പം 6 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പില്ലേ ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. പിന്നെ റൈസിന് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. കുറച്ചധികം തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. കാര്യം റൈസിലേക്കുള്ള ഉപ്പും കൂടി നമ്മൾ ഈ ഒരു ടൈമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഉപ്പ് മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിക്ക്. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കിയിട്ടില്ലേ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട്
അടച്ച് വെച്ച് വേവിക്കുക. ചിക്കൻ ഒരു 80% മാത്രം വെന്താൽ മതിയാവും. ബാക്കി നമ്മൾ ഫ്രൈ ആക്കുമ്പം വെന്തോളും കേട്ടോ. സാധനമായിട്ട് ഞാനിതിലേക്ക് നിങ്ങൾക്ക് ഉണ്ടെങ്കിലും മാത്രം ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കട്ടോ. ഞാനിപ്പം 2 കളറിലെ ക്യാപ്സിക്കം എൻ്റെ കയ്യിൽ ഉണ്ടായതുകൊണ്ട് ഞാൻ അതിൻ്റെ പകുതി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അറേബ്യൻ കപ്സയിലെ ഈ ഒരു ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കലുണ്ട്. അധികം ആൾക്കാരും ചേർത്തിട്ട് കാണലില്ല. പക്ഷേ ഇതും കൂടി ചേർത്ത് കൊടുക്കുമ്പം ഭയങ്കര ടേസ്റ്റി ആയിരിക്കും. ഇല്ലയെന്നുണ്ടെങ്കിൽ ഒഴിവാക്കിയ കേട്ടോ, നിർബന്ധമില്ല. നിങ്ങൾ ക്യാപ്സിക്കം ഇല്ലയെന്ന് വിചാരിച്ചിട്ട് കപ്സ റെഡിയാക്കി എടുക്കാണ്ടിരിക്കണ്ട. ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തതിനാൽ ഈ റൈസിന് കുറച്ചുകൂടി ഫ്ലേവർ കിട്ടും. അങ്ങനെ ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ആക്കിയിട്ടില്ലേ ഞാൻ അടച്ച് വെച്ച് വേവിക്കലാന്ന്. ചിക്കന് വേവുന്നത് വരെ വേവിച്ചെടുക്കുക. ഒരു 15-20 മിനിറ്റ് വരെ വേവിച്ചെടുക്കാം. ഇനിയിപ്പോൾ ഞാനില്ലേ നേരത്തെ ഒരു മസാല മാറ്റി വെച്ചിട്ടില്ലേ, അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ പാപ്രിക്ക പൗഡർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് ഓയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ടില്ലേ മിക്സ് ആക്കി എടുക്കാം. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കന് വെന്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു വെള്ളത്തിൽ നിന്ന് ചിക്കന് കോരി മാറ്റിയിട്ട് ഇത് പുരട്ടി കൊടുത്തിട്ട് വേണം ഫ്രൈ ആക്കാൻ വേണ്ടിക്ക്. അങ്ങനെ അപ്പോൾ ആ ഒരു സമയം നമ്മുടെ ചിക്കനെല്ലാം നല്ലോണം കുക്കായിട്ട് വന്നിട്ട് നല്ലോണം എന്താ പറയുക ഫുള്ളായിട്ട് കുക്കാകണ്ട കേട്ടോ. അങ്ങനെ ആകുമ്പം ചിക്കന് നമ്മൾ ഫ്രൈ ആക്കുമ്പോൾ പൊടിഞ്ഞു പോവും. അതുകൊണ്ട് തന്നെ ഒരു 80% മാത്രം ചിക്കന് കുക്കായാൽ മതിയാവും. അപ്പോൾ വെന്ത് വന്ന ചിക്കനിൽ ഞാൻ ഇതിൽ നിന്ന് കോരി മാറ്റിയിട്ട് ആ പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ എക്സ്ട്രാ ഒരുപാട് പാത്രം ആക്കണ്ട, മുളകെല്ലാം മിക്സ് ആക്കാനെന്ന് വിചാരിച്ചിട്ടാണ് ആ വറുത്ത പാനിൽ തന്നെ ഈ ഒരു സംഭവങ്ങളെല്ലാം ചെയ്തത് കേട്ടോ. കുക്കിങ്ങിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഒരേ പാത്രത്തിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിലേ ഒരുപാട് പാത്രങ്ങൾ നമുക്ക് കഴുകി വെക്കാനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഞാൻ അധികം അങ്ങനെ ചെയ്യലുണ്ട്. പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ ഒരുപാട് റെസിപ്പീസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് വ്ളോഗും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കണ്ടോക്കാം. അപ്പോൾ ഇതെല്ലാം ചിക്കനും ഞാൻ കോരി മാറ്റിയ ശേഷിയില്ലേ കഴുകി ഊറ്റിയെടുത്ത റൈസ്, നമ്മൾ നേരത്തെ വെള്ളത്തിൽ കുതിർത്ത റൈസില്ലേ അത് വെള്ളം മൊത്തത്തിൽ കളഞ്ഞ് ആ റൈസാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമൊന്നും വേണ്ടേ. പക്ഷേ നമ്മൾ ടൊമാറ്റോ പേസ്റ്റ് അതുപോലെ തന്നെ നമ്മൾ തക്കാളി അരച്ച് ചേർത്ത് കൊടുത്തിട്ടില്ലേ അതും ചിക്കൻ്റെ വെള്ളമെല്ലാം കൂടിയിട്ട് ഒരു 1/2 കപ്പ് 3/4 കപ്പോളം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ 1 ഗ്ലാസ് അരിക്ക് ഞാനിപ്പോൾ 4 കപ്പ് അരിയല്ലേ എടുത്തേ, 6 കപ്പ് അരി വേണ്ട, 6 കപ്പ് വെള്ളം വേണ്ട, ഒരു 5 കപ്പ് വെള്ളം മതിയാവും. ബാക്കിയുള്ള വെള്ളം അതിൽ തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് നോക്കിയിട്ട് മാത്രം റൈസ് ഇടുക. റൈസ് ഇട്ട ശേഷം നമ്മുടെ കൈവിരലുണ്ടാവില്ലേ അത് ഒന്ന് എന്താ പറയുക അതിൻ്റെ 1 ഇഞ്ച് ഉണ്ടാവില്ലേ 1 ഇഞ്ച് വെള്ളം മാത്രം പൊങ്ങി നിന്നാൽ മതിയാവും കേട്ടോ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ബബിൾസ് വരുന്ന സമയത്തിലെ എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് ലോ ഫ്ലെയിമിലാക്കി വെക്കുക. എന്നിട്ട് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്കാക്കി എടുക്കുമ്പം നമ്മുടെ കപ്സ റെഡി ആവുക. അതിനിടയിൽ ഞാൻ ചിക്കനിലേക്ക് മുളക് മസാലയില്ലേ പറ്റി കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഓവണിൽ ഫ്രൈ ആക്കുന്നുണ്ടെങ്കിൽ ഫ്രൈ ആക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ എയർ ഫ്രയറോ അല്ലാന്നുണ്ടെങ്കിൽ പാനിൽ ഫ്രൈ ആക്കുന്നുണ്ടെങ്കിൽ ഫ്രൈ ആക്കുക. അപ്പോൾ അത് ഫ്രൈ ആക്കാൻ വെക്കുന്ന ടൈമിലല്ലേ നമ്മുടെ കപ്സ റെഡി ആയിട്ടുണ്ട്. എന്തൊരു സ്മെല്ലാന്ന് അറിയോ, അടിപൊളിയാണ്. ഇത് ഓപ്പണാക്കുമ്പം തന്നെ നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിക്ക്. ആ ഭംഗി കളയണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ മിക്സാക്കും മുന്നേ തന്നെ ഇതിൻ്റെ മുകളിലായിട്ട് ചിക്കനെല്ലാം വെച്ചിട്ട് ഒന്ന് തംബ്നെയിലിന് വേണ്ടിക്കൊരു ഫോട്ടോയും കൂടി എടുത്തിട്ടുണ്ട്. നമുക്ക് പാർട്ടിയിൽ അല്ലാന്നുണ്ടെങ്കിലും ഫ്രൈഡേസിലെല്ലാം സ്പെഷ്യലായിട്ട് എല്ലാം ഉണ്ടാക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ വീട്ടിലെല്ലാം പണ്ട് മുതൽ ഫ്രൈഡേസ് ഒന്ന് സ്പെഷ്യലാക്കലുണ്ട്. എന്താ പറയുക വെള്ളിയാഴ്ച എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കലുണ്ട്. അപ്പോൾ എന്താ ഉണ്ടാക്കേണ്ടതെന്ന് ചിന്തിച്ചിട്ട് നിൽക്കാണ്ട് ഈ ഒരു കപ്സ റെസിപ്പി എന്തായാലും ചെയ്ത് നോക്ക്, അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ മൊത്തത്തിൽ ഫ്രൈ ആക്കി വെച്ച ചിക്കനും കാര്യങ്ങളെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഒരു തംബ്നെയിലിന് വേണ്ടി പിക്കും കാര്യങ്ങളെല്ലാം എടുത്ത് ഇനിയിപ്പോൾ ഞാൻ മിക്സ് ചെയ്തിട്ടും കൂടി കാണിക്കാം. ഇത് ചൂടോടെ സെർവ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് തണിഞ്ഞ് കഴിഞ്ഞാൽ റൈസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാവുക. ഞാനിപ്പോൾ ഇത് ചൂടോടെ തന്നെയാണ് നിങ്ങൾക്ക് സെർവ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഇത് അതിൽ മുളകും ആ ഒരു ക്യാപ്സിക്കും കാര്യങ്ങളെല്ലാം കാണാൻ നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ റെഡ് ക്യാപ്സിക്കെല്ലാം ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായിരിക്കും കേട്ടോ. അപ്പം അതുപോലെ തന്നെ അത് ഉടച്ചിട്ട് കഴിക്കാൻ വേണ്ടിക്കും അടിപൊളിയാണ്. നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒന്ന് കപ്സ റെസിപ്പി ഉണ്ടാക്കി നോക്കാം. ഇനി ഞാനിത് സെർവ് ചെയ്തിട്ടും കൂടി കാണിച്ചു തരാം.
പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്ത വ്ളോഗ് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ കണ്ടോക്കുക. അതുപോലെ തന്നെ ഒരുപാട് കമൻസ് കണ്ടിട്ടുണ്ടായിനി. അതിന് റീപ്ലൈ ഞാൻ അടുത്ത വ്ളോഗിൽ പറയാം കേട്ടോ. കുറേ ആൾക്കാർക്ക് റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിന്, റിപ്ലൈ തരാത്തവർക്ക് സോറി. അങ്ങനെ ദണ്ടിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ റൈസ് കുക്കായിട്ട് വന്നിട്ടുണ്ട്. അടിപൊളിയാണ്. നിങ്ങൾ എന്തായാലും ഒരിക്കലെങ്കിലും ഇതുപോലെ കപ്സ റെഡിയാക്കി നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. ഇനിയിപ്പം ഞാൻ പ്ലേറ്റിൽ സെർവ് ചെയ്തിട്ടും കാണിക്കാം. ഇതിൽ റൈസിൽ ഭയങ്കര ഫ്ലേവറാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് പാർട്ടിയിലെല്ലാം സെർവ് ചെയ്യാൻ പെർഫെക്റ്റ് ആയിട്ടോന്ന്. അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ട് ആർക്കെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ഇതാരെ ഉണ്ടാക്കിയെന്ന് ചോദിക്കൂലേ, അത്ര അടിപൊളിയായിട്ടോന്ന്. ഇപ്പം ഇതാ ഞാൻ മൊത്തത്തിലൊന്ന് മിക്സാക്കി എടുക്കലാണ്. പെർഫെക്റ്റ് റെസിപ്പിയാണ്. അപ്പം എന്താ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതുപോലെ ഒരുപാട് റെസിപ്പീസ് ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഇർഫാന ഷംഷീർ നിങ്ങൾക്ക് ഏത് റെസിപ്പിയാണോ വേണ്ടത് അത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഇത് നല്ല ചൂടോടെ സെർവ് ചെയ്യുക. അതുപോലെ തന്നെ ഇത് തണിഞ്ഞ് കഴിഞ്ഞാലും ഭയങ്കര ടേസ്റ്റാണ്. ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുക്കറിൽ റെഡിയാക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഐറ്റമാണ്. കുക്കറിൽ എല്ലാ ഐറ്റംസും ഇട്ടിട്ട് റൈസും ഇട്ടിട്ട് ഒരു അടുപ്പിച്ച് കഴിഞ്ഞാൽ ഇത് റെഡിയായി കിട്ടും. ഞാനിപ്പം വീഡിയോയിൽ ഇങ്ങനെ കാണിച്ചതാണ്. കുറച്ച് മല്ലിയില ഞാൻ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് കഴിച്ചിട്ടും കൂടി കാണിക്കാം. എന്തൊരു അടിപൊളിയാണെന്ന് അറിയോ. നിങ്ങൾ എന്തായാലും ട്രൈ ആക്കി നോക്കാം. നമ്മുടെ മന്തിൻ്റെ എല്ലാം ആ ഒരു ടൊമാറ്റോ ചട്നിയില്ലേ അത് കൂട്ടിയിട്ടാണ് കഴിക്കുന്നത്. ചിക്കനെല്ലാം ഭയങ്കര സോഫ്റ്റാണ്. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഉള്ളിലെല്ലാം ക്യാപ്സിക്കവും മുളകെല്ലാം ഒന്ന് ഉടച്ചിട്ട് കഴിക്കാൻ വേണ്ടിക്ക് അടിപൊളിയാണ്. അപ്പം എന്തായാലും ട്രൈ ആക്കി നോക്കാം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും, ബൈ.